വർത്തമാനകാല ഇന്ത്യയിൽ നിങ്ങൾ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചോ നിഷ്കളങ്കരെ എന്ന ഹതാശയുടെ ആഴത്തിൽ എം സ്വരാജ് ചോദിച്ചൊരു പൊള്ളിക്കുന്ന ചോദ്യം പിന്നെയും പലയിടങ്ങളിൽ വേദനയോടെ തറച്ചുവെങ്കിലും ആ ന്യായാസനത്തിന്റെ ആകാശത്തൊരു സൂര്യൻ, ഒരു നീതിയുടെ സൂര്യൻ പലകോടി പ്രഭയിൽ ആഞ്ഞു ജ്വലിച്ചൊരു ചരിത്ര ദിവസമാണ്. കൂട്ടബലാത്സംഗം ആയുധമാക്കപ്പെട്ട കെട്ടനാളുകളിൽ നരകവാതിലോളം പോയി മടങ്ങിയെത്തിയ ഒരു പെണ്ണിന്റെ പേര് രാജ്യത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ഒരു വജ്രമൂർച്ചയിൽ എഴുതപ്പെട്ടൊരു ദിവസമാണ് പേര് ബിൽക്കീസ് ബാനു. ആ ഉയർപ്പ് കേവലം ഒരു പെണ്ണിന്റെ ഉയർപ്പല്ല, അതില്ലാത്ത നീതിയിൽ നീറി ആറടി മണ്ണിൽ നൂറ് പട്ടടകളിൽ എരിഞ്ഞുപോയ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഉയിർപ്പാണ്, ഉശിരാണ്. അന്ന് ആ വംശഹത്യയുടെ മുടിഞ്ഞ നാളുകളിൽ വെറുപിടിച്ച പേപ്പട്ടികളെ പോലെ വന്ന വർഗീയ തെമ്മാടികൾ 3 വയസ്സുകാരെ കുഞ്ഞിനെ തറയിലടിച്ചു കൊന്ന് കൂട്ടബലാത്സംഗത്തിനിരയാക്കി ചത്തുവന്ന് തള്ളിയിട്ട് പോയൊരു 19കാരിക്ക് ബോധം തെളിയുമ്പോൾ ചുറ്റുമങ്ങനെ ചോരവാർന്ന് കിടപ്പാണ്. ശവങ്ങൾ, ബന്ധുക്കൾ, അഭയാർത്ഥികൾ. ആ ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും കോശങ്ങൾ ഓരോന്നും വേദനിച്ച് ഹൃദയം പൊടിഞ്ഞ് ഞരങ്ങി ഇഴഞ്ഞു തുടങ്ങിയ പോരാട്ടമാണ്. ആ വേട്ടക്കാർക്കൊപ്പം ഉപാധികളില്ലാതെ ഉളുപ്പില്ലാതെ പിന്തുണച്ച പോലീസിനെതിരെ, സർക്കാരിന്റെ സംവിധാനങ്ങൾക്കെതിരെ മുഖം മറച്ച് വിരണ്ടിരിക്കാതെ ഒറ്റയ്ക്കൊരു പോരാട്ടം. തെമ്മാടികളെ അഴിക്കുള്ളിലാക്കിയെങ്കിലും വീണ്ടും വീണു അശനിബാധം. അന്നൊരു ചെങ്കോട്ട പ്രസംഗത്തിൽ വി റെസ്പെക്ട്, വി എംപവർ നാരീശക്തി എന്ന് പ്രധാനമന്ത്രിയുടെ പ്രഘോഷണം നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് അതേ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് നെറുകേടിൽ അപരമതദ്വേഷത്തിന് ബലാത്സംഗം ആയുധമാക്കിയ അധമന്മാർക്ക് പാരിതോഷികം കണക്കെ പുറത്തേക്കാണ് വാതിൽ. ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഇറങ്ങി വന്ന ഹൂളിഗൻ സംഘത്തിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ കണക്കെ ജണ്ടുമഹാരവുമായി കിട്ടിയ സ്വീകരണം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ അസംബന്ധ കാഴ്ചകളിൽ അശ്ലീലത്തിന്റെ അങ്ങേയറ്റം. പിന്നീട് കണ്ടത് സമാനതകളില്ലാത്തൊരു യുദ്ധപ്രഖ്യാപനത്തിന്റെ വ്യവഹാരകാലമാണ്. അങ്ങേയറ്റം ഭ്രാന്ത് പിടിച്ചൊരാശയത്തെ എതിർത്ത് ഗുജറാത്ത് സർക്കാരിനോട് മുഖാമുഖം സമരസങ്ങളില്ലാതെ ബിൽക്കീസ് ബാനു തീർക്കുന്നുണ്ട് ഒരു മഹത്തായ പോരാട്ടത്തിന്റെ സമരമാതൃക. ആ പോരാട്ടത്തിന്റെ തീക്ഷ്ണഭൂമിയിൽ ദേഹമാസകലം മുറിപ്പാടുകളുമായി ആരോരുമില്ലാത്തൊരു പരമസാധുവിനെ കൈവിടാതെ ചേർത്ത് നിർത്തിയ സുഭാഷിണി അലിക്ക്, മഹുവ മൊയ്ത്രയ്ക്ക്, രേവതി ലോളിന് 100 പൂക്കൾ, 100 ഉമ്മകൾ. ആ പോരാട്ടങ്ങൾ തീരാത്തിടത്തോളം കാലം, ബിൽക്കീസ് ബാനുവിന് ശാശ്വതമായി കണ്ണീർ തോർച്ച ഉണ്ടാകാത്തിടത്തോളം കാലം, വീട്ടിൽ തനിച്ചായ ശ്വേതാ ഭട്ടിന്റെ ആദി അടങ്ങാത്തിടത്തോളം, രാധിക വിമുലയുടെ, സാക്കിയ ജഫ്രിയുടെ, സാക്ഷി മാലിക്കിന്റെ, മണിപ്പൂരിൽ ചീന്തപ്പെട്ട പെണ്ണുങ്ങളുടെ നീറ്റലടങ്ങാത്തിടത്തോളം കാലം, ഭായിയോം ബഹനോം, നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണ ഗ്യാരണ്ടി ഗീർവാണങ്ങൾക്ക് 10 പൈസയുടെ വിലയില്ലാത്ത പടുവാക്കാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലി, അഡ്വക്കേറ്റ് RV ബാബു, ശ്രീ രാഹുൽ ഈശ്വർ എന്നൊരു ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി. ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, ഇതിലെ വ്യവഹാര വഴികൾ, കോടതി വിധിയിലെ സാങ്കേതികത്വങ്ങൾ, അതിൻ്റെ ഇഴകീരിയുള്ള പരിശോധന എന്നതിനൊക്കെ അപ്പുറം ഈ വിധി രാജ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം, അതിൻ്റെ നിയമവൃത്തങ്ങൾ, അതിൻ്റെ ന്യായാസനങ്ങൾ, അതിൻ്റെ റൂൾ ഓഫ് ലോയിൽ നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ്? സ്ത്രീ പോരാട്ടങ്ങൾ അത് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളമാണ്? ശ്രീ ജോൺ ബ്രിട്ടാസ്. അശ്മി, എനിക്ക് സമ്മിശ്ര ഭാവമാണ് ഈ കേസിൻ്റെ വിധി സംബന്ധിച്ചുള്ളത്. അത് പറയാനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസ് ഉണ്ടാകാനേ പാടില്ലായിരുന്നു. ഈ കേസ് ഉണ്ടായത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു സംഭവവികാസത്തോടുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈമുഖ്യം. എങ്ങനെയാണ് ഈ കേസ് ഉണ്ടായത്? നിന്ദ്യവും ഹീനവുമായ പൈശാചികമായിട്ടുള്ള കൃത്യത്തിലേർപ്പെട്ട 11 പേരെ വിട്ടയക്കാൻ വേണ്ടി കോടതി തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ആ ഒരു വഴിത്താരയാണ് എന്നെ നടുക്കുന്നത്. ഇപ്പോൾ തിരുത്തലുണ്ടായി എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കൂരിരുട്ടിലെ ഒരു മിന്നാമിനുങ്ങ് മാത്രമാണ് ഇന്നുണ്ടായിട്ടുള്ള വിധി പ്രസ്താവം. അത് മാത്രമല്ല, ഈ വിധി പ്രസ്താവത്തെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ 2000 പേരുടെ കൂട്ടക്കുരുതിക്ക് വഴിവെച്ച ഗുജറാത്ത് കലാപത്തിൻ്റെ മറ്റ് ഏടുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു പുനർചിന്തനം കൂടി ഇവിടെ നടത്തണം. എന്തിനേറെ ജസ്റ്റിസ് ലോയയുടെ മരണം, അതിന് പിന്നിലുള്ള ദുരൂഹത, വീക്കിൻ്റെ ലേഖകനായിരുന്ന നിരഞ്ജൻ തയ്യാറാക്കിയ ഒരു പുസ്തകം, അതിലെ താളുകളിലെ വാക്കുകൾ, ബെസ്റ്റ് ബേക്കറിയും നരോദ പാട്ടിയും ഗുൽബർഗ് ഉൾപ്പെടെയുള്ള നിരവധി കൂട്ടക്കുരുതികളുടെ ഏടുകൾ, ഈ കേസുകളുടെയൊക്കെ ഗതിവിഗതികൾ എന്തായിരുന്നു? മാത്രവുമല്ല, സുപ്രീം കോടതി തന്നെ ഇരകൾക്ക് വേണ്ടി രംഗത്ത് വന്ന സന്നദ്ധ പ്രവർത്തകരെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതേ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ള ഭാവതലമാണുള്ളത്. ഇന്ന് തന്നെ ഈ വിധി പ്രസ്താവത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത്
ഈ ബിൽക്കീസ് ബാനു കേസ് ഈ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം ഏതാനും രാഷ്ട്രീയ പ്രവർത്തകർ, എൻ്റെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള മുഹുവ മൈത്ര ഉൾപ്പെടെയുള്ള ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ബിൽക്കീസ് ബാനുവിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തൻ്റെ ഇടം കിട്ടിയത്. അതേസമയം തന്നെ ഇതുപോലെ ഇരകൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ അപേക്ഷകൾ ഏത് രീതിയിലായിരിക്കണം കാണേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും കോടതിയെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. എങ്കിലും ജോൺ ബ്രിട്ടാസ്, താങ്കൾ നേരെ ചൂണ്ടിക്കാട്ടി അട്ടിമറിക്കപ്പെട്ട 100 കേസുകൾ മുറിവായി നിൽക്കുകയാണ്. അതിനിടയിൽ പോലും ബിൽക്കീസ് ബാനു സമാനതകളില്ലാത്ത കൊടിയ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കൊടിയ യാത്രയിൽ നിന്നും ഒറ്റയ്ക്ക് ഉയർത്ത് നിന്നില്ലേ? ഒറ്റയ്ക്ക് കോടതിയിലേക്ക് പോയില്ലേ? ഒറ്റയ്ക്ക് മുഖം മറക്കാതെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയില്ലേ? എന്നെയും എൻ്റെ ബന്ധുക്കളെയും കൊന്നൊടുക്കിയവർക്കെതിരെ, എൻ്റെ കുഞ്ഞുങ്ങളെ തറയിലടിച്ച് കൊന്നവർക്കെതിരെ, എന്നെ കൂട്ടബലാത്സംഗം ചെയ്തവർക്കെതിരെ ശിക്ഷ വേണമെന്ന് ആർത്തു പറഞ്ഞില്ലേ? അത് കോടതി കേൾക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന അട്ടിമറിക്കപ്പെട്ട 100 കേസുകൾക്കിടയിലും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമാണ് ജോൺ ബ്രിട്ടാസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കൂരിട്ടിലെ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചമാണെന്ന് ഞാൻ കാണുന്നു. അതേസമയം ഈ ബിൽക്കീസ് ബാനുവിന് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കേസ് ഈ ഒരു ഘട്ടത്തിലേക്ക് വരില്ല എന്നുള്ള ഒരു ദുഃഖ യാഥാർത്ഥ്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരുപാട് വഴിത്താരകളിലൂടെ, രക്തം ചിന്തിയ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ആ ഗുജറാത്ത് കലാപത്തിൻ്റെ നാളുകളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ടറിയാൻ പോയിട്ടുള്ള ആളാണ്. അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പിൽ പലരെയും കണ്ട് സംസാരിച്ചതാണ്. യഥാർത്ഥത്തിൽ 2000-ഓളം പേരുടെ കൂട്ടക്കുരുതിക്കിരയായ വഴിവെച്ച ആ കലാപങ്ങളുടെ ഓരോ ഏടുകളും, ഒരു കാര്യം ഇതിനകത്ത് ഹാഷ്മി, രാഷ്ട്രീയം പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നതല്ല, അതായത് ഗുജറാത്തിൻ്റെ പൊതു സാഹചര്യം, നമ്മുടെ കോടതികളിൽ നിന്ന് വരുന്ന വിധികളുടെ സ്വഭാവം, ഇതൊക്കെ എനിക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തിനേറെ ഈ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ ശിക്ഷാ ഇളവ് പദ്ധതിയെ സ്വാഗതം ചെയ്തതും ഒരു 2-അംഗ സുപ്രീം കോടതി ബെഞ്ചാണ്. ആ സുപ്രീം കോടതി ബെഞ്ചിന് മുമ്പാകെ ഈ ബിൽക്കീസ് ബാനു പോയപ്പോൾ അവരുടെ റിവിഷൻ ഹർജി എടുത്ത് കൊട്ടയിലേക്ക് എറിഞ്ഞതും ഈ സുപ്രീം കോടതിയാണ്. ഒരു തിരുത്തലുണ്ടായെങ്കിൽ പോലും, അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസാൻ ജെഫ്രി എന്ന ഒരു മുൻ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 69 പേരുടെ കൂട്ടക്കുരുതിക്ക് വഴിവെച്ച ഗുൽബർഗ് സൊസൈറ്റി സംഭവത്തെ മുൻനിർത്തി ടീസ്റ്റാ സീതൽബാദിനെ പോലുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇരകളുടെ ഒപ്പം നിന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആരൊക്കെയാണ് ജയിലിൽ കിടന്നത്? ടീസ്റ്റാ സീതൽബാദും നമ്മുടെ തന്നെ സഹോദരനായ ശ്രീകുമാറും ഇപ്പോഴും ജയിലിൽ നരയിക്കുന്ന സഞ്ജീവ് ഭട്ടുമൊക്കെയാണ്. അതേസമയമാണ് ഈ ഒരു പൈശാചിക കൃത്യത്തിന് വഴിവെച്ച 11 പേർ. ഹാഷ്മി, ഞാൻ ഇതിലെ പല ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ബിൽക്കീസ് ബാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട പല ആൾക്കാരെയും അവിടെ പൂമാലയിട്ട് സ്വീകരിച്ച് ആനയിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് സനാതന ധർമ്മത്തിൻ്റെ ചില ഏടുകൾ, ഇൻവെർട്ടർ കോമയാണ് ഞാൻ പറയുന്നത്, ഏടുകൾ അവിടെ എടുത്തു കാട്ടി ബ്രാഹ്മണർ ക്രൂരകൃത്യം ചെയ്യില്ല, ചെയ്താൽ തന്നെ അത് ക്രൂരകൃത്യമല്ല എന്ന് വിധിയെഴുതപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കാൻ വേണ്ടി അവിടെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. 34 വർഷമായിട്ട് ഗുജറാത്തിൽ നിന്ന് ഒരു മുസ്ലിം MPയെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. 1989 അഹമ്മദ് പട്ടേൽ പരാജയപ്പെട്ട ശേഷം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്ത കോൺഗ്രസ് പാർട്ടി, അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു കോൺഗ്രസ് പാർട്ടി ഈ കൂട്ടക്കുരുതി സംബന്ധിച്ച കേസുകളിൽ അവലംബിച്ച സമീപനം എന്തായിരുന്നു? സ്വന്തം പാർട്ടിക്കാരനായ ഇസാൻ ജെഫ്രി കൊല്ലപ്പെട്ട ആ സംഭവത്തെ മുൻനിർത്തിയുള്ള നീണ്ട നിയമ പോരാട്ടത്തിൽ ഒരു കൈ സഹായം പോലും അവിടുത്തെ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖ സത്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സമ്മിശ്ര ഭാവത്തിലാണുള്ളത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എങ്കിൽ പോലും മറ്റു പല സംഭവങ്ങളും മുൻനിർത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രകാശ കിരണങ്ങൾ നമുക്കൊരു വഴി കാട്ടട്ടെ എന്നുള്ള ഒരു പ്രത്യാശ കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഞാൻ അങ്ങനെ എത്താം സർ. ഇപ്പോൾ അവിടെ വോട്ട് കിട്ടുമോ, കൂടെ ചേർന്ന് നിന്നാൽ വോട്ട് പോകുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് അറച്ചു മാറി നിന്നവർക്കിടയിൽ ഒരു സുഭാഷണിയിൽ ഉണ്ടായല്ലോ കട്ടയ്ക്ക് മുന്നിൽ നിൽക്കാൻ. അപ്പോൾ ബാക്കി മഹുവാമിത്ര ആവട്ടെ, ബാക്കി അതിൽ ചെയ്യുന്ന ജേർണലിസ്റ്റുകളാവട്ടെ, സാമൂഹിക പ്രവർത്തകരാവട്ടെ,
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മുന്നിൽ ഒരു മഹുവാമൈത്രയും സുഭാഷയിലും നിൽക്കുന്നുള്ളൂ. അത് രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷയാണ് സിജോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷാറി ബാബു, ഇവിടെ ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി വന്നില്ല എന്നങ്ങ് വെക്കൂ. ഒരു അങ്ങേയറ്റം നിഷ്ഠൂരമായ, അങ്ങേയറ്റം ഹിംസാത്മകമായ കൂട്ടബലാത്സംഗം, അമ്മയെ മകളുടെ മുന്നിലിട്ട്, മകളെ അമ്മയുടെ മുന്നിലിട്ട് കൂട്ടബലാത്സംഗം, കുഞ്ഞിനെ തറയിലടിച്ച് കൊല്ലൽ തുടങ്ങിയ 11 പ്രതികളെ ശിക്ഷിക്കുക, ഇല്ലാത്ത കാരണം പറഞ്ഞ് അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാലയണിച്ച് സ്വീകരിക്കുക, വായിൽ ചുവന്ന ലഡു ഉരുട്ടിക്കിച്ച് കൊടുക്കുക, ആ കാഴ്ച ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് താങ്കളെ പോലും അങ്ങേയറ്റം അരോചകപ്പെടുത്തുന്ന കാഴ്ചയായി പോയിരുന്നില്ലേ ശ്രീ ആർ യു ബാബു? ഹാഷ്മി, ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുകൂടി നമ്മൾ കണക്കാക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗോദ്രയിലെ തീവണ്ടിയിൽ 58 കർഷകരെ പച്ചയോടെ ചുട്ടരിച്ച ആ ഒരു സംഭവത്തെ തുടർന്ന് ഗുജറാത്തിലെങ്ങും കലാപം ഉണ്ടായി. ആ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ബ്രിട്ടാസ് സൂചിപ്പിച്ച പോലുള്ള പല സംഭവങ്ങളും ഉണ്ടായത്. അതിനോടനുബന്ധിച്ചാണ് ബിൽക്കിസ് ബാനു സംഭവം, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ബിൽക്കിസ് ബാനു സംഭവം ഉണ്ടായത്. അപ്പോൾ 58 കർഷകരെ പച്ചയോടെ ചുട്ടരിച്ച് കൊന്ന ആ സംഭവം അവിടെ ഉണ്ട്. നമ്മളതാരും ചർച്ച ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യും, പക്ഷേ ഗോദ്രയെ കുറിച്ച് നമ്മളാരും മിണ്ടാറില്ല. എപ്പോഴും അത് ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സെലക്റ്റീവ് ആണ് എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ ബിൽക്കിസ് ബാനു കേസ് വന്നു. ബിൽക്കിസ് ബാനു കേസിൽ ഗുജറാത്തിന് പുറത്ത് വിചാരണ നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 പേര് ശിക്ഷിക്കപ്പെട്ടു. അവർ 15 വർഷം ശിക്ഷ പൂർത്തിയായപ്പോൾ അതിലൊരാൾ രാധാ ശ്യാം ഷാ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറഞ്ഞു, ഞാൻ 15 വർഷം പൂർത്തിയായി കേസിൽ, ഒട്ടനവധി മറ്റ് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജാമ്യം വേണം, ഞങ്ങളെ വെറുതെ വിടണം, റിമിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. ഞങ്ങളെയല്ല, എന്നെ വെറുതെ വിടണമെന്നാണ്. രാധേശ്യാം ശ്യാം മാത്രമാണ് അങ്ങോട്ടേക്ക് പോയത്. ഗുജറാത്ത് സർക്കാരാണ് 11 പേരെ വിട്ടേക്കാൻ തീരുമാനിച്ചത്. വെറുതെ പറയല്ലേ? പറയൂ. ശരിയാണ്. ഞാൻ രാധേശ്യാം ഷാ പോയത് അവര് ഏകദേശം ആ 11 പേരെയും റെപ്രസെന്റ് ചെയ്തതെന്നാ കൂടി നമ്മൾ, കാരണം ഒരാളെ വിട്ടാൽ പിന്നെ ബാക്കിയുള്ളവരെ വിടും, അതാണല്ലോ അതിന്റെ യാഥാർത്ഥ്യം, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്നുള്ള വാക്ക് എന്നോട് ഉപയോഗിച്ചത്. അത് ലീഗലി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ രാധേശ്യാം ഷാ പോകുന്നു, ഗുജറാത്ത് ഹൈക്കോടതി അത് തള്ളുന്നു, അദ്ദേഹം അപ്പസ് കോർട്ടിൽ പോകുന്നു. അപ്പസ് കോർട്ടിന്റെ വിധിയാണ് നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞത്. അപ്പസ് കോർട്ട് പറയുന്ന സമയത്ത് അപ്പസ് കോർട്ടിന്റെ മുൻപാകെ ഗുജറാത്ത് ഹൈക്കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അല്ല, ഞങ്ങളുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരിന്റെ കീഴിലുള്ള ജൂറിസ്ഡിക്ഷൻ അല്ല ഈ വിധി പറഞ്ഞത്. ഈ വിധി പറഞ്ഞത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര സർക്കാരാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുന്നത് ഗുജറാത്ത് സർക്കാരാണ്. ആ സമയത്ത് നേരത്തെ ഇവിടെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ അതേ ജഡ്ജിമാർ 2 പേര് ഗുജറാത്ത് സർക്കാരിനോട് ഇൻസിസ്റ്റ് ചെയ്യുന്നു, അല്ല, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്, ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ റിമിഷനെ സംബന്ധിച്ചുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് ഗുജറാത്ത് സർക്കാരിനോട് ഇൻസിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് സർക്കാർ പഞ്ചമഹൽ കളക്ടർ ചെയർമാനാക്കിക്കൊണ്ടൊരു സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ് ഗുജറാത്ത് ഹൈക്കോടതി ഈ 11 പേരെയും മോചിപ്പിക്കുന്നത്. അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി ആർ യു ബാബു. അതിനിടയിൽ ആ സംഭവത്തെ കുറിച്ച് ഇന്ന് കോടതി പറയുന്നത് എന്താണെന്ന് അറിയോ? Gujarat government should have filed a review petition against the Supreme Court judgment of May 2022 that declared the state to be competent to decide the plea for remission of conviction in the case. അവിടെ ഗുജറാത്ത് സർക്കാർ പൂച്ചയെ പോലെ ഉണ്ടാതിരുന്നു. ശ്രീ ആർ യു ബാബു, ഇതിനിടയ്ക്ക് താങ്കൾ വിട്ടുപോയത് കൂട്ടിച്ചേർത്തതാണ്. അല്ല, എനിക്കറിയാം. ഞാനത് എനിക്ക് വളരെ കൗതുകരമായിട്ടാണ് തോന്നിയത്. ഇതേ ഗുജറാത്ത് സർക്കാരല്ലേ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത് ഞങ്ങളല്ല അപ്രോപ്രിയേറ്റ് സർക്കാർ എന്ന്. ആ സർക്കാരിന് പിന്നെ റിവ്യൂ ഹർജി കൊടുക്കാത്തത് എന്താണെന്ന് ഇതൊരു കൗതുകമായിട്ട് തോന്നുന്നില്ലേ ഹാഷ്മിക്ക്? എന്തുകൊണ്ട് നിങ്ങൾ റിവ്യൂ ഹർജി കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ സെലക്റ്റീവായിട്ട് സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ സുപ്രീം അല്ല, ഞാൻ എന്റെ ചോദ്യം സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ഇഴകേറൽ നമ്മൾ അടുത്ത ഘട്ടത്തിൽ വരും. എന്റെ ചോദ്യം അതായിരുന്നില്ല. ഇത്രത്തോളം അങ്ങേയറ്റം ഹിംസാത്മകമായ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത, എന്താണ്, ഒരു കുഞ്ഞിനെയൊക്കെ തറയിലടിച്ച് സുപ്രീം കോടതി വിധി എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ കാലിൽ വാരിയിട്ട് തറയിലടിച്ച് കൊന്നു. ഇവന്മാർക്ക് 11 പേർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹാരമണിയിച്ചു, മാലയണിയിച്ച്, ലഡു കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അങ്ങയുടെ മനസ്സിൽ അറപ്പ് തോന്നിയില്ലേ ശ്രീ ആർ യു ബാബു? അതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ആര് ചെയ്താലും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അതിനെ ഒക്കെ ഇത്തരത്തിൽ പ്രതീകവൽക്കരിക്കുന്ന ഒരു സമീപനത്തോടൊന്നും ആർക്കും യോജിക്കാൻ സാധിക്കില്ല. എനിക്കെന്നല്ല ആർക്കും യോജിക്കാൻ സാധിക്കില്ല.
അങ്ങനെ കുറ്റവാളികളെ മാലയിട്ട് സ്വീകരിക്കുന്ന സമീപനമൊക്കെ ഉണ്ടെങ്കിൽ അതിനതൊക്കെ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരിക തലത്തിൽ നമുക്ക് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഏത് നമ്മൾ തലത്തിലാണ് കേരളത്തിൽ അംഗീകരിക്കാൻ കണ്ടിട്ടുണ്ടല്ലോ. കഴിയുക? ഇപ്പൊ നമുക്കറിയാം ഏത് തലത്തിലാണ് അംഗീകരിക്കാൻ കഴിയുക? അത് മാത്രമാണോ? അത് മാത്രമാണ് അവിടുത്തെ ഒരു BJPയുടെ 7 തവണ MLA പറയുകയാണ് ഇവർ ബ്രാഹ്മണരാണ്, നല്ല സംസ്കാരികളാണ്. സർ, ഇന്ത്യയുടെ ASC സുപ്രീം കോടതിയിൽ പോയി ചോദിക്കുകയാണ് ഒരു മാലയിട്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. താങ്കൾ ഇവിടെ നിന്ന് തള്ളിപ്പറേണ്ട കാര്യമുണ്ടോ? അവിടെ സംവിധാനങ്ങൾ മൊത്തം ആ മാലയിട്ടതിന് ഓശാന പാടുകയായിരുന്നു ശ്രീ RV ബാബു. ശരി ഹാഷ്മി, ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു വന്നിരുന്നാൽ ഞാൻ പറയുന്നത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ചോദ്യം മാത്രം നിൽക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉൾപ്പെടെ 3-4 പേരുണ്ടല്ലോ ഞാൻ എന്നെ പ്രതിരോധിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടാവണമല്ലോ. അത് നിഷേധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഇത്തരം ഇപ്പോൾ കോടതി പറഞ്ഞത് പ്രിമച്വർ റിലീസിംഗ് ആണെന്നാണ്. പ്രിമച്വർ റിലീസിംഗ് ആണ്. എന്താണ് ഈ മെച്വർ റിലീസിംഗ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്കറിയാം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതാവസാനമാണ്, ജീവിതാവസാനം വരെയുള്ള തടവാണ്. പക്ഷെ അങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ ഗവർണറാണ് റിമിഷൻ അനുവദിക്കുന്നത്. സ്റ്റേറ്റ് സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ അനുസരിച്ച് ഗവർണറാണ് റിമിഷൻ കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായില്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാലയിട്ട് സ്വീകരിക്കുന്ന സംവിധാനം? 6ാം ക്ലാസ്സിലെ കൊച്ചു കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്റർ വെട്ടി കൊലപ്പെടുത്തിയ ആളെ മാലയിട്ട് സ്വീകരിച്ചില്ലേ അച്ചാരുപറമ്പിൽ പ്രദീപിനെ? ആ പ്രദീപിനെ പ്രിമച്വർ റിലീസിംഗ് നടത്തിയില്ലേ കേരളത്തിൽ? എന്താ അത് തെറ്റായിരുന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാം അനുദിനെയൊക്കെ അതുകൊണ്ട് ബിൽക്കിസ് ബാനുവിന്റെ പ്രതികളെ വിട്ടത് ശരിയായി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പ്രാക്ടീസാണ്. ശരി, പക്ഷേ അത് ഒരു സംസ്ഥാന സർക്കാർ, സുപ്രീം കോടതി പറയുകയാണ് ഒരു സംസ്ഥാന സർക്കാർ പ്രതികൾക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുകയാണ്. ഇൻ കംപ്ലയൻസ് വിത്ത് പ്രതികൾ എന്താണ് കൺവിക്സ് എന്ന് പറയുകയാണ് BV താമരജ്ഞയുടെ ബെഞ്ച്. സുപ്രീം കോടതിയല്ലേ ഹിംസാത്മകമായ കൊടിയ ക്രൂരത്വം ചെയ്ത 11 പ്രതികൾക്ക് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ കട്ടക്ക് നിന്നു എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്തും ശ്രീ അറിയാവും. നമ്മൾ അതിന്റെ നിയമവശങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ എന്തായാലും പോകും. അങ്ങനെ പോകരുത്. നമ്മൾ നിയമവശങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരും. ഇതേ സുപ്രീം കോടതിയാണ് ഹാഷ്മി പറഞ്ഞത് ഗുജറാത്ത് സർക്കാരിനോട് തീരുമാനം എടുക്കാൻ. അതിന് തിരുത്താണ് സുപ്രീം കോടതി സർക്കാരിനോട് തീരുമാനം എടുക്കാൻ പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി വിധി തെറ്റും ഈ വിധി സുപ്രീം കോടതി ശരിയുമാണെന്ന് പറയുന്ന ആ സെലക്റ്റീവ് മൈൻഡ് ഉണ്ടല്ലോ. കോടതി വിധി വായിച്ചാൽ മനസ്സിലാവും. ആ കോടതി വിധി, ഈ കോടതി വിധി മൊത്തം വായിച്ചാൽ മനസ്സിലാകും. അത് അക്ഷരാർത്ഥത്തിൽ ആ പറയുന്ന വിധിക്കുള്ള തിരുത്താണ് സുപ്രീം കോടതി വിധി. അതും കോടതി വിധിയായിരുന്നല്ലോ. സുപ്രീം കോടതി വിധിയുടെ തിരുത്താണ് ഇന്നത്തെ കോടതി വിധി. എങ്ങനെയാണ് ആ കോടതി? സർ, നേരത്തെ കോടതി വിധിയും ഈ കോടതി വിധിയും ഏതാണ് നിലനിൽക്കുക? ഈ കോടതി വിധിയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഫാത്തിമ തഹ്ലിയ ഇവിടെ ശരി, ഞാൻ എത്താം. ഫാത്തിമ തഹ്ലിയ ഇവിടെ ഈ വ്യവഹാരത്തിന്റെ വഴികൾ വിട്ടേക്കൂ, ഈ പറയുന്ന എല്ലാം വിട്ടേക്കൂ. പക്ഷേ അന്ന് 19 വയസ്സാണ് ബിൽക്കീസ് ബാനുവിന്. ബോധം വരുമ്പോൾ കാണുന്നത് ചുറ്റും കിടക്കുന്ന ബന്ധുക്കളുടെ ശവശരീരങ്ങളാണ്, ഒരു കുഞ്ഞില്ല. അതിനുശേഷം ബിൽക്കീസ് ബാനു പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ 2017 എൻ്റെ ഓർമ്മ വാർത്താ സമ്മേളനം നടത്തുന്നു. ഞാൻ എൻ്റെ ഡൽഹി മാധ്യമപ്രവർത്തന കാലങ്ങളിൽ അവിടെ ഉണ്ട്. അവർ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇറങ്ങി എൻ്റെ കുഞ്ഞിന് വേണ്ടി തിരയുകയായിരുന്നു. എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ജീവനോട് എവിടെയെങ്കിലും ഉണ്ടാകുമോ തിരയുകയായിരുന്നു. ജീവനില്ലെന്ന് അറിയുമ്പോൾ അതിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് അതിനെ കബറടക്കണം, എന്നാൽ മാത്രമേ അത് ദൈവത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ അതിൻ്റെ മൃതദേഹത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നു കുറേ കാലം എന്നൊക്കെ പറയുകയാണ്. നമുക്കൊക്കെ ഭ്രാന്തമായ ചിന്തയോട് അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ പരമാവധിയിൽ അതിൻ്റെ ഒരു കുണിശം ആലോചിക്കാൻ കഴിയുമോ? അതിൽ നിന്ന് ബിൽക്കീസ് ബാനു ഉയർത്തെഴുന്നേൽക്കുന്നു. ഞരങ്ങി ആദിവാസിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കോടതികളിലേക്ക് നിരന്തരം പോലീസ് അവിടുന്ന് പട്ടി ഇറക്കി വിടുന്നു. കോടതികളിലേക്ക് പോകുന്നു നിരന്തരം. പിന്നാലെ നിൽക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോഴാണല്ലോ സുഭാഷിണി അലിയും ഈ പറയുന്ന സാമൂഹിക പ്രവർത്തകരും ഒക്കെ അവർക്ക് പിന്നാലെ ചേരുന്നത്. ഈ ബിൽക്കീസ് ബാനുവിൻ്റെ ആ പോരാട്ടത്തെ എങ്ങനെയാണ് കാണുന്നത് ഫാത്തിമ? ഹാഷ്മി, യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഈ വാർത്ത ഏറെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ബിൽക്കീസ് ബാനുവിനെ എഴുന്നേറ്റ് നിന്ന് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും, ജനാധിപത്യ വിശ്വാസമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അവർക്ക് അവസരം വേണമെന്ന് പറയുന്ന, അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും എണീറ്റ് നിന്ന് സെല്യൂട്ട് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രം ആത്മവിശ്വാസം ഈ വിധിയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. ഇന്നലെ ഈ രൂപത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരനുഭവിച്ചു പോകുന്ന പശ്ചാത്തലങ്ങൾ, അവർ നിരന്തരം കലഹിക്കുന്ന മേഖലകൾ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2002 ശേഷം
ഒരു സ്ത്രീ നിരന്തരമായിട്ട് മീഡിയയുടെ മുൻപിലേക്കും കോടതിയുടെ മുൻപിലേക്കും വന്നിട്ട് എൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഉത്തരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വന്തം കുഞ്ഞ് ചേതനയറ്റ് കിടക്കുന്ന സ്വന്തം കുടുംബാംഗങ്ങളുടെ, അമ്മയുടെ, അനിയത്തിമാരുടെ, അമ്മാവന്മാരുടെ മൃതദേഹത്തിനിടയിൽ നിന്നും അല്പം ആശ്വാസം അല്ലെങ്കിൽ അല്പം ജീവൻ കൊണ്ട് അവർ എണീറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ ദിവസത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും അവരൊരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ അവർ വീണ്ടും അവരുടെ നീതി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തുള്ള ഓരോ ആളുകളുടെയും, ഓരോ സ്ത്രീകളുടെയും ശബ്ദമായിട്ടാണ് ഇന്ന് അവരുടെ വിധിയെ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചാത്തലം മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട് എങ്കിൽ ഇതുവരെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിധികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ഒരു വിധി ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് വന്നിട്ടുള്ള വിധികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലേ നമുക്കാർക്കും ഒരു പോസിറ്റീവ് ജസ്റ്റർ നൽകുന്ന ഒരു വിധി ആയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു വിധി വന്നത് ഈ രാജ്യത്തിൽ ഇപ്പോഴും നീതിപീഠത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് ഒരു തീ എവിടെയെങ്കിലും ആളിക്കത്തുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇവിടെ പ്രത്യേകം എനിക്ക് ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭുയനെയും കുറിച്ച് പറയേണ്ടതുണ്ട്. ഞാൻ ഇപ്പം ജസ്റ്റിസ് BV നാഗരത്നയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കിയാൽ അവരെപ്പോഴും സ്റ്റേണായി നിന്നുകൊണ്ട് പതർച്ചയില്ലാതെ അവരുടെ വിധിന്യായങ്ങൾ എഴുതാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. നമുക്കറിയാം, ഡിമോണിറ്റൈസേഷൻ കേസിലാണെങ്കിലും അതുപോലെ മുൻപ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വിഷയത്തിലൊക്കെ ആണെങ്കിൽ അവരുടെ ജഡ്ജ്മെന്റ് നമ്മളുടെ മുമ്പിൽ വളരെ ക്ലിയർ കട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപ് അവർ വിമൻ എംപവർമെന്റ് എന്നുള്ള വിഷയത്തിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച്, സ്ത്രീകൾക്ക് എങ്ങനെയാണ് ബഹുമാനം നൽകേണ്ടത്, ഏത് രൂപത്തിലാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുള്ള വിഷയത്തിലൊക്കെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ആശയങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജ്മെന്റിൽ തന്നെ പ്രത്യേകം അവർ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് ലെവലിലുള്ള, ഏത് മേഖലയിൽ നിന്ന് വന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ നിന്ന് വന്ന ആളാണെങ്കിലും അവർക്ക് ബഹുമാനം എന്ന് പറയുന്നത്, റെസ്പെക്ട് എന്ന് പറയുന്നതിന് വലിയ മാനമുണ്ട്. ആ രൂപത്തിൽ അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരാൾക്ക് ഒരു പക്ഷേ സ്നേഹമില്ലാത്തിടത്ത് ജീവിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ റെസ്പെക്റ്റ് ഇല്ലാത്തിടത്ത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല. അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ജഡ്ജ്മെന്റിൽ അവർ അടിവരയിട്ട് പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവിടെ ഈ റെമിഷൻ മാറ്ററുമായി സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞത്, തുടക്കത്തിൽ അവർ പറയുന്നത് നമ്മളിത് ഒരു വിഭാഗത്തിന് മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ഗുജറാത്ത് കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കർസേവകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പല വാദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഗുജറാത്ത് കേസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പൊള്ളിച്ച ഒരു എപ്പിസോഡാണ് എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ബിൽക്കീസ് ബാനുവിന്റെ കേസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെ ആക്രമിച്ചിട്ടുള്ള അക്രമകാരികൾ ആരായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അയൽവാസികളായിട്ടുള്ള ആളുകൾ ദിവസവും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന, ദിവസവും കണ്ടുകൊണ്ടിരുന്ന, പാല് വാങ്ങാൻ വന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ചികിത്സിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് അവരെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് ആർക്കും സാധിക്കില്ല. അങ്ങനെ ഒരു ഇടത്തു നിന്നാണ് ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ പോരാട്ടം നയിക്കുന്നത്. ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് അവർ തുടക്കത്തിൽ നയിച്ചത് എങ്കിൽ പിന്നീട് അങ്ങോട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള പല ആളുകളും വന്നു, പല സംഘടനകളും വന്നു. ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കേസിന്റെ വേർഡിക്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ ഒരു അവസരം എനിക്ക് പറയേണ്ടത് ഒരു കാര്യം കൂടെ ആശ്മി ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മറ്റൊരു കേസ്, അതായത് ഗുൽബർഗ് സൊസൈറ്റിയുടെ ആ കേസ് ഗുജറാത്ത് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അവിടെ സാക്കിയ ജെഫ്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് അവരെ പരിഗണിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് പോലും അവർക്ക് സ്ഥിരതയില്ല, അവരുടെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുന്ന സിറ്റുവേഷൻ നിലവിൽ ഇത്തരത്തിലുള്ള കേസിൽ ഗുജറാത്ത് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വിക്ടിമാണ് സാക്കിയ ജിഫ്രി. അവരുടെ സ്വന്തം ഭർത്താവും സ്വന്തം നാട്ടുകാരും പച്ചയ്ക്ക് കത്തുന്നത് കണ്ട ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വനിതയാണ്. അവരുടെ വാക്കുകൾക്ക് വില നൽകാതെ അവർക്ക് മെന്റലി സ്ഥിരതയില്ലാത്ത ആളാണ് എന്ന് പറയുന്ന വിധി ഇത്തരത്തിലുള്ള മറ്റൊരു ജഡ്ജ്മെന്റിൽ അല്ലെങ്കിൽ മറ്റൊരു കോടതിയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം വായിക്കേണ്ടതുണ്ട്. ശരി ഫാത്തിമ, ഞാൻ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി താങ്കൾ നിയമ വിദ്യാർത്ഥി കൂടിയാണ്. രാഹുൽ ഈശ്വർ,
ഇവിടെ ഫാത്തിമ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇപ്പോഴും സമാധാനമില്ല. ബിൽക്കീസ് ബാനു ഓട്ടത്തോടോട്ടമാണ്. ഒരു വർഷം 10-20 വീടുകൾ മാറി മാറി പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അഭയാർത്ഥി കണക്കെ കാലുവന്ത മട്ടിൽ ഓട്ടമാണ്. ആ ഓട്ടത്തിനിടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ബ്രാഹ്മണരാണ്, സംസ്കാരികളാണ് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഒന്നാകെ പ്രതികൾക്കെതിരെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. കൂട്ടിൽ സുഭാഷിണി അലി അടക്കമുള്ളവർ എത്തുന്നുണ്ട്. ഒടുവിൽ നീതി പിടിച്ചു വാങ്ങിയെടുത്ത് നീതി അട്ടിമറിക്കാൻ നീക്കം നടക്കുമ്പോൾ വീണ്ടും പോരാട്ടം തുടരുന്നു. ഇന്ത്യാസ് ഡോട്ടർ എന്ന് ബിൽക്കീസ് ബാനുവിനെ വിളിച്ചുകൂടെ രാഹുൽ? തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്ത്യാസ് ഡോട്ടർ എന്ന് വിളിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ കൃത്യങ്ങളിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഹീനസ് ക്രൈംസ്, ഏറ്റവും ഹീനമായ കൃത്യങ്ങളിൽ ഒന്നാണ് ബിൽക്കീസ് ബാനുവിന് നടന്നത്. മുമ്പ് ആസിഫ, 7 വയസ്സുകാരിയ ആസിഫയുടെ റേപ്പും കൊലപാതകവും പോലെ, അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റായിരുന്ന ഗിരിജ ടിക്കു, അവരും റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയുണ്ടായി. അവർക്ക് സംഭവിച്ചതുപോലെ ബിൽക്കീസ് ബാനുവിനും ഏറ്റവും ഹീനകരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ദൈവം അവരെ വീണ്ടും നിലനിർത്തിയത് ഈ പോരാട്ടത്തിലൂടെ ഒരു വലിയ വിജയം സ്ഥാപിക്കാനും, ആ വിജയം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഇടത് വലത് ഭേദമന്യേ എല്ലാവർക്കും നല്ലൊരു മാർഗദീപമാകട്ടെ എന്ന് കരുതിയായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ അഭിനന്ദിക്കേണ്ടത് ജസ്റ്റിസ് നാഗരത്നയാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ പുരുഷന്മാർ നീതിക്ക് വേണ്ടി ശക്തിയുക്തം എണീറ്റ് നിൽക്കാൻ മടിക്കുമ്പോൾ പലപ്പോഴും വനിതാ ജഡ്ജിമാരാണ് അതിശക്തിയുക്തമായ, അല്ലെങ്കിൽ വനിതാ ആക്ടിവിസ്റ്റുകളാണ് ചെയ്യുന്നത്. ശബരിമല കേസിൽ ഇന്ദു മൽഹോത്ര ആകട്ടെ, ജസ്റ്റിസ് നാഗരത്നയാകട്ടെ, അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ശ്രീമതി സുഭാഷിണി അലി ആകട്ടെ, അല്ലെങ്കിൽ മഹുവ മൊയ്ത്ര ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇതിൽ വേണ്ടി പോരാടിയ ആൾക്കാരെല്ലാം അവരുടെ ഈ രാജ്യത്തിന് വേണ്ടി വലിയ സേവനം തന്നെയാണ് ചെയ്യുന്നത്. കാര്യം നമുക്ക് എല്ലാവരും മനുഷ്യത്വം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയവും താല്പര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കാണും. പക്ഷേ ഒരു സ്ത്രീയെ, അവരുടെ കുട്ടിയെ കൊല്ലുക, അവരുടെ അമ്മയുടെ ഫ്രണ്ടിൽ വെച്ച് അവരെ റേപ്പ് ചെയ്യുക, അവരുടെ ഫ്രണ്ടിൽ വെച്ച് അമ്മയെ റേപ്പ് ചെയ്യുക, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ക്രൂരതയാണ് ഉണ്ടായത്. ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ പിറന്ന വ്യക്തി എന്ന നിലയിൽ ഇവർ സംസ്കാരി ബ്രാഹ്മണരാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം അവിടുത്തെ MLA-യിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു ബ്രാഹ്മണ സമൂഹം ഏറ്റവും അപമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഏറ്റവും അപമാനിക്കപ്പെടുന്ന പ്രസ്താവനകളിലൊന്നാണ്. കാര്യം റേപ്പിന് ബ്രാഹ്മണ റേപ്പെന്നോ മുസ്ലിം റേപ്പെന്നോ ഹിന്ദു റേപ്പെന്നോ ഒന്നുമില്ല. അപ്പോൾ ഒരു കാരണവശാൽ ഞാൻ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ബർഖാത്തിന്റെ മോജോ സ്റ്റോറിയിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ തന്നെ പറയുകയുണ്ടായി, ഒരു കാരണവശാലും ന്യായീകരിക്കാനാകാത്ത, ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാനാവാത്താണ് സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാടിനെ നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുന്നത് തല അപമാനത്തോട് താഴേണ്ടത് തന്നെയാണ്. അത് ഗിരിജ ടിക്കുവിന്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ആസിഫയുടെ ആണെങ്കിലും, ബിൽക്കീസ് ബാനുവിന്റെ ആണെങ്കിലും. അപ്പൊ ഇവിടെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് ആയ ഒരു പൊസിഷൻ എടുത്തത് വളരെ സ്വാഗതാർഹമാണ്. നിയമത്തിന്റെ കണ്ണിലും സ്ട്രോങ് ആണ്. മാത്രമല്ല 1-2 നിയമത്തിന്റെ കാഴ്ചപ്പാടുകളും കൂടി, അതായത് ഇതിന്റെ ടെക്നിക്കാലിറ്റി മാത്രമല്ല സുപ്രീം കോടതി കണക്കിലെടുത്തത്. ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മുമ്പ് സുപ്രീം കോടതിയിൽ തന്നെ ഒരു വിധിന്യായം ഉണ്ടായിരുന്നു, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അവിടെയും ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതിയെ മെറ്റീരിയൽ ഫാക്ട്സ് അടക്കം മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു. ടെക്നിക്കാലിറ്റിക്കൊക്കെ അപ്പുറം അത്രത്തോളം ക്രൂരമായ, മനുഷ്യവിരുദ്ധമായ, മനുഷ്യ രാശിയുടെ ചരിത്രത്തിന് അപൂർവമായ ഒരു കുറ്റകൃത്യം ചെയ്ത 11 പ്രതികൾക്ക് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ ഒന്നാകെ നിലകൊണ്ടു എന്ന് സുപ്രീം കോടതി പറയുകയാണ്. അത് എത്രത്തോളം ഭീകരമാണ് രാഹുൽ? അല്ല, ഇലക്ഷനോ കക്ഷി രാഷ്ട്രീയത്തിനോ അപ്പുറമായി എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ നാട്ടിലെ ഏത് ചിന്തിക്കുന്ന സാധാരണ മനുഷ്യനും, അത് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആകാം, മുസ്ലിം ലീഗ് ആകാം, മറ്റു പാർട്ടി ആകാം, ഒരിക്കലും ബിൽക്കീസ് ബാനുവിന്റെ വേദനയൊന്നും നമുക്ക് എന്താ പറയുക, നമുക്ക് കണ്ണീരില്ലാതെ കേൾക്കാൻ കഴിയില്ല. കാര്യം അത്രമാത്രം ക്രൂരമാണ്. അതുകൊണ്ട് ഇതൊരു ടെംപ്ലേറ്റ് ആകട്ടെ, ഇതൊരു പാരഡൈം അല്ലെങ്കിൽ പരിപ്രേക്ഷ്യമാകട്ടെ, ഭാവിയിലുള്ള പല കേസുകൾക്കും, അത് ഏത് സമുദായത്തിന്റെ ആണെങ്കിലും ഏത് വിഭാഗത്തിന്റെ ആണെങ്കിലും ഒരു ടെംപ്ലേറ്റ് ആയി മാറുകയും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നീതിയിൽ വിശ്വാസം ഉണ്ടാകുകയും ചെയ്യണം. സാധാരണ ഇന്ത്യക്കാർക്ക് എനിക്ക് ഉറപ്പുണ്ട് നീതിപീഠത്തോടുള്ള അഭിമാനം ഉയരുകയാണ്, അല്ലെങ്കിൽ നീതിപീഠം അതിശക്തമായി അനീതി കാണുമ്പോൾ ഇടപെടും എന്ന് പറയുന്നതാണ്. ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലതോ ഇടതോ ഉള്ള ഒരു ആളും ഈ വിഷയത്തെ ഒന്നും ന്യായീകരിച്ചില്ല. എനിക്ക് ഓർമ്മയുണ്ട് അവർക്ക് മാല ചാർത്തിയ ഒരു സംഭവം രാഷ്ട്രീയ കക്ഷികൾ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഒരേപോലെ അപലപിച്ചതാണ്. കാര്യം സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയൊന്നുമല്ലോ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് അവരുടെ കുട്ടിയെ കൊന്നിട്ട് ജയിലിൽ പോയതല്ലേ. തിരിച്ചു വരുമ്പോൾ മാലയിടാനും എന്താ പറയുക ലഡ്ഡു കൊടുക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ടെംപ്ലേറ്റ് ആകണം. ഇതിനെ എന്റെ അഭ്യർത്ഥന. രാഷ്ട്രീയമല്ല. അല്ല, പക്ഷെ അതിനെ സുപ്രീം കോടതിയിൽ ഇതേ നാഗരത്നയുടെ ബെഞ്ചിൽ ന്യായീകരിക്കുന്നത് രാജ്യത്തിന്റെ ASG ആണ്. അതുകൂടി നമ്മൾ മറന്നുകൂടാ. രാഹുൽ ഞാനെത്താം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ശ്രീ ആർ ബാബു നേരത്തെ ചൂണ്ടിക്കാട്ടിയ നേരത്തെയുള്ള സുപ്രീം കോടതി വിധിയുടെ കാര്യം അതൊരു പ്രശ്നമാണ്. ജോൺ ബ്രിട്ടാസ്, ഇവിടെ സുപ്രീം കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുകയാണ്. സാർ, അത് പരമോന്നത നീതിപീഠമാണ്. നീതിപീഠം അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നതാണോ? അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി സങ്കീർണമായ ചില ചോദ്യങ്ങൾ കൂടി ഈ കോടതി ഉയർത്തുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. ഹാഷ്മി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് സമ്മിശ്രമായിട്ടുള്ള ഭാവതലമാണെന്നുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ
ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു പട്ടിക പരിശോധിച്ച് അത് സംബന്ധിച്ച് സുപ്രീം കോടതി ബെഞ്ചുകൾ സ്വീകരിച്ച സമീപനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആശങ്കയും ആകുലതയും ഉണ്ടാകും. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹാഷ്മി തന്നെ പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ RV ബാബു പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുത്തത്? ഇവിടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വാദിച്ചത്. അത് കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ശിക്ഷാ ഇളവിനെ പിന്തുണച്ചുകൊണ്ട് രേഖാമൂലം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു കേസിൽ ഇതുപോലൊരു വിധി വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കൂരാക്കൂരിട്ടിലുള്ള ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടമാണെന്ന്. പിന്നെ എൻ്റെ സ്നേഹിതൻ രാഹുൽ ഈശ്വർ ഇത് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞു. രാഹുൽ, ഇത് രാഷ്ട്രീയം തന്നെയാണ്. എന്താണ് രാഷ്ട്രീയം? അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുകയാണ്, നമ്മൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചു, ഇനി അവർ തലപൊക്കില്ല എന്ന് പറയുന്നു. രാഷ്ട്രീയമല്ലേ? ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ലേ? ഈ കൂട്ടക്കുരുതിക്കൊരു രാഷ്ട്രീയമുണ്ടായിരുന്നില്ലേ? ഈ കൂട്ടക്കുരുതിക്ക് പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നില്ലേ? വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു പാത ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഇതിനെ കേവലപരമായിട്ട് ലഘൂകരിച്ച് ലളിതമാക്കി കാണാൻ കഴിയുമോ? മാത്രമല്ല, ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നാരീ ശക്തിയെക്കുറിച്ച് 2022 പറയുമ്പോഴാണ് അവിടെ ഈ നരാധനന്മാരെ വിട്ടയക്കുന്നത്. ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ വന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ ശക്തിയെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? വനിതാ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് കിട്ടിയ മെഡലുകളും അതുപോലെ തന്നെ അവാർഡുകളും ഡൽഹിയുടെ തെരുവിൽ ഉപേക്ഷിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആ ഒരു പരാമർശം നടത്തിയത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. നേരത്തെ രാഹുൽ ഒരു പരാമർശം നടത്തി, അതെനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഇവർ സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ ജയിലിൽ നിന്ന് വന്ന് പൂമാല സ്വീകരിച്ചതെന്ന്. രാഹുൽ, ഈ ഒരു പരുവപ്പെടുത്തൽ, ഇന്ത്യയിൽ കാണുന്ന ഈ പരുവപ്പെടുത്തൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മുഗളന്മാരുടെ അനന്തരാവകാശികളെ അടിച്ചമർത്തിയ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ നാഴികക്കല്ലായി വേണമെങ്കിൽ ഗുജറാത്ത് കലാപത്തെ പിന്മുറക്കാർ പഠിക്കും. ഒരുപക്ഷെ വരാൻ പോകുന്ന തലമുറ പഠിക്കും. ആ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. എനിക്ക് RV ബാബുവിനോടൊരു ചോദ്യമുണ്ട്. RV ബാബു, ഈ ഗോദ്ര ജയിലിലെ ഉപദേശക സമിതിയുടെ അംഗങ്ങൾ ആരായിരുന്നു? അതിൽ 4 പേര് പ്രധാനപ്പെട്ട BJP നേതാക്കളായിരുന്നു. ഒരാൾ 6 തവണയോ മറ്റേ MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്നു. ആ വ്യക്തി യഥാർത്ഥത്തിൽ 2017 വരെ കോൺഗ്രസിലെ നേതാവായിരുന്നുള്ള കാര്യം നമ്മൾ ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള കൂട്ടക്കുരുതിയുടെ കേസുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പുനഃപരിശോധനയിലേക്ക് ഈ സുപ്രീം കോടതി വിധി നയിക്കുമോ എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. അതിൽ ബെസ്റ്റ് ബേക്കറിയും നരോദ പാർട്ടിയും ഗുൽബർഗ് സംബന്ധിച്ച് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ബെഞ്ച് കൈക്കൊണ്ട ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ ഒരു തിരുത്തൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്തില്ല. എന്തെന്നാൽ ഈ ഇരയല്ലാതെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ച ആ നടപടി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമോ, നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. നിലനിൽക്കില്ല, അവർക്ക് ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ല എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചപ്പോൾ അതിവിടെ ഞങ്ങൾ പരിശോധിക്കുന്നില്ല. യഥാർത്ഥ ഇര തന്നെ ഇവിടെ കോടതിയിൽ വന്നുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ആ ഒരു മേഖല കൂടി സുപ്രീം കോടതി പരിശോധിക്കണമെന്നായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സഖ്യ ജെഫ്രിയുടെ കാര്യത്തിൽ ടീസ്റ്റ സീതൽവാദിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരെ, യഥാർത്ഥം നമ്മൾ ടീസ്റ്റ സീതൽവാദിനെയൊക്കെ ഈ ട്രോള് ചെയ്ത് കൊല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരെ പോലുള്ള ഏതാനും വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ട് ആശ്വാസം പ്രദാനം ചെയ്തുകൊണ്ട് നടന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊന്നും രംഗത്തേക്ക് വന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു വിങ്ങിലോടെയാണ്. ഗുജറാത്ത് കലാപം കവർ ചെയ്തൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് സഖ്യ ജെഫ്രിയുടെ ഒരു അഭിമുഖമുണ്ട്. അതിലവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്.
അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അവർ വിരൽ ചൂണ്ടിയത്. ആ സമയത്ത് ഇവരെ പോലെ നിസ്വാർത്ഥനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾക്ക് ഇത്തരം കേസുകളിൽ ഒരു റോളുണ്ട് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സന്തോഷം ഇരട്ടിക്കുമായിരുന്നു. അതിന് പറയാനൊരു കാരണമുണ്ട്. ടീസ സിത്ലവാദിനെ കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറലായിരുന്ന സീതൽവാദിന്റെ പേരക്കിടാവ് കൂടിയാണ്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യലാഭത്തിന് വേണ്ടിയല്ല അവർ ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടത്. പക്ഷേ അവരെയും അവിടെ DGP ആയിരുന്ന ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ജയിലടയ്ക്കാൻ ഉദകിയത് സുപ്രീം കോടതിയുടെ വിധിന്യായവും പരാമർശവുമായിരുന്നു നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി വിധി ഗുജറാത്ത് കലാപം സംബന്ധിച്ച മറ്റ് ഏടുകളിലേക്ക് വെളിച്ചം വീശാനും അതിലേക്കൊരു പുനർചിന്തനത്തിനും ഒരു സംവാദത്തിനും ചർച്ചയ്ക്കും വഴിവെക്കാനും ഇടവരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഫാത്തിമ സൂചിപ്പിച്ചു, പക്ഷേ ഫാത്തിമ വളരെ മൃദുവായിട്ടാണ് പറഞ്ഞെങ്കിലും ഫാത്തിമ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രം അതിൻ്റെ രഥം ഉരുളുമ്പോൾ സ്വന്തം സഹോദരനെ പോലും ഹിംസിക്കാനും അത് കശാപ്പ് ചെയ്യാനുമുള്ള ഒരു പ്രേരണയുണ്ടാവും. ഈ ബിൽക്കീസ് ബാനു ചാച്ച എന്ന് വിളിച്ചിരുന്ന ആളാണ് അവരെ ബലാത്സംഗം ചെയ്ത ഒരു പ്രതി. അതായത് അവർ പാല് മേടിക്കാൻ പോയിരുന്ന ആൾക്കാർ. ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അവർ മൃഗതുല്യരായത്? എന്തുകൊണ്ടാണ് അവർ പൈശാചിക ഭാവം എടുത്തണിഞ്ഞത്? അവരെ എടുത്തണിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആനയിക്കപ്പെട്ടു. അതിലെന്തെങ്കിലും ഒരു അയവ് നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല, കേന്ദ്ര ഭരണകൂടം ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ച സമീപനം 2003 സുപ്രീം കോടതി ഇടപെട്ട് CBI കൊണ്ട് അന്വേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ രൂപത്തിൽ വരുമായിരുന്നു. ആദ്യം പോലീസ് സ്റ്റേഷൻ കേസെടുക്കാൻ പോലും വിസമ്മതിച്ചു. അവസാനം എത്രയോ പ്രാവശ്യം ഈ ആക്ടിവിസ്റ്റുകളുടെ കൂടെ ബിൽക്കീസ് ബാനു കയറിയിറങ്ങി നടന്ന ശേഷമാണ് 2003 CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഇടപെട്ടത്. അന്വേഷണവും വിചാരണയും സുപ്രീം കോടതി നേതൃത്വത്തിൽ മാറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ ഒരു ഘട്ടത്തിലെത്തുമായിരുന്നു. ഈ 11 പേർ ജയിലിൽ പോകുമായിരുന്നോ? ഇല്ല എന്ന് നമ്മൾ ഊഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് സമ്മിശ്ര ഭാവമാണ്. ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത നമ്മൾ ചോർത്തിക്കളയാനും പാടില്ല. RV ബാബുവിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ ബാബു ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണം. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ഒരു സമുദായത്തെ തുടച്ചു നീക്കിക്കൊണ്ട് നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമില്ലാതാകട്ടെ. പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾക്ക് അർത്ഥതലങ്ങൾ ഉണ്ടാകട്ടെ. അത് പ്രയോഗത്തിൽ വരട്ടെ. കേന്ദ്ര ഭരണകൂടം തന്നെ ഇടപെട്ട് ഇതുപോലുള്ള നരാധനന്മാരെ ശിക്ഷിക്കാനും പരിപൂർണമായി ഇരകൾക്ക് നീതി കൊടുക്കാനുമുള്ള ഒരവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രത്യാശിക്കുന്നത്. അറിവാബു, ബിൽക്കീസ് ബാനു ഒരു പാവമാണ്, ഒരു പരമസാധുവാണ്. ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് താൻ നേരിട്ട മാനനഷ്ടത്തിന്, താൻ നേരിട്ട കൊടിയ പീഡനങ്ങൾക്ക്, യാതനകൾക്ക്, തൻ്റെ കുഞ്ഞിൻ്റെ ജീവന്, തൻ്റെ 14 ബന്ധുക്കളുടെ ജീവന് നീതി തേടിപ്പോയ ഒരു പാവം. എന്താണ് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ആ കേസ് മാറ്റാനുള്ള കാരണം തന്നെ എന്താണ്? ഗുജറാത്തിൽ ഇതിൻ്റെ വിചാരണ നടന്നാൽ നീതി നിഷേധിക്കപ്പെടും എന്ന അവരുടെ ആധിയിലാണ്. നീതി കിട്ടുന്നു. നീതി കിട്ടുമ്പോൾ മറ്റൊരു വഴിക്ക് കിട്ടിയ നീതി അട്ടിമറിക്കാൻ നോക്കുന്ന ഒരു സംവിധാനം ഒന്നാകെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏത് നാരീശക്തിയെക്കുറിച്ച്, ഏത് സ്ത്രീ ശക്തിയെക്കുറിച്ച്, ഏത് ശാക്തീകരണത്തെക്കുറിച്ചാണ്, ഏത് രാമരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ശ്രീ RV ബാബു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ശ്രീ ബ്രിട്ടാസ് ഏകദേശം 10 മിനിറ്റ് സമയത്തോളം ഒരു തടസ്സവും കൂടാതെ ശാന്തനായി കേട്ടുകൊണ്ട്, ഹാഷ്മി ശാന്തനായി കേട്ടുകൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചു. നല്ല കാര്യം, അങ്ങനെയാണ് വേണ്ടത്. ഞാനതിന് ഹാഷ്മിയെ അഭിനന്ദിക്കുന്നു. ആ ഒരു സൗജന്യം അതിൻ്റെ പകുതി സമയമെങ്കിലും എന്നോട് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ബ്രിട്ടാസും ശ്രീ രാഹുൽ ഈശ്വരും പറയുകയുണ്ടായി സ്വാതന്ത്ര്യ സമര സേനാനികളല്ല. തീർച്ചയായിട്ടും അല്ല. അങ്ങനെ അവരെ കാണുന്നതും തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും
അവരെ സ്വീകരിക്കുകയോ മാലയിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാനും സാധ്യമല്ല. പക്ഷേ അവർ മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ. നമ്മളിവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ബ്രിട്ടാസിന്റെ ഗവൺമെന്റ് പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഹാഷ്മി. അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറെ ആളുകളെ ഇതേപോലെ ഡോക്ടർ അംബേദ്കർ ആണ് പറഞ്ഞത്. ഡോക്ടർ അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് ഡോക്ടർ അംബേദ്കർ ആണ് പറഞ്ഞത്, അങ്ങ് മലബാറിൽ കുറെ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്നു, ഗർഭിണികളുടെ വയറ് കുത്തിപ്പിളർന്ന് അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി, അവരെ മതം മാറ്റി, അവരുടെ ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് പറഞ്ഞത് ഡോക്ടർ അംബേദ്കർ ആണ്. അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അതിൽ നമുക്കാർക്കും തടസ്സമൊന്നുമില്ല, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇവിടെ ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല, അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടണം, ഒന്നാമത്തെ കാര്യം. രണ്ട്, ശ്രീ ബ്രിട്ടാസ് അദ്ദേഹത്തിന് ഇപ്പോഴും ആശങ്കയാണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കയാണ്. കാരണം തൊട്ടു മുമ്പാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരം റിപ്പോർട്ടുകളൊന്നും ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് അദാനിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ അദാനിയുടെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുഖത്തടിച്ചുകൊണ്ടൊരു വിധി ഉണ്ടായത് നമ്മളാരും ചർച്ച ചെയ്തില്ല. അത് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ചർച്ച ചെയ്തു, ഒക്കെ ചർച്ച ചെയ്തു. ബാബു, ഇടപെടൽ ക്ഷമിക്കണം. താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണോ താങ്കൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഇങ്ങനെ പോകുന്നത്? ബാബു, അല്ല, ഞാൻ പറയാന്ന് സോറി, അല്ല എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾക്ക് തോന്നുന്നേ? അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കോടതി വിധികൾ, ഞാൻ അതാ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല, ഹിൻഡൻബർഗ് അല്ല. നമ്മുടെ ഇന്നത്തെ വിഷയം മലബാർ കലാപം അല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നത്തെ വിഷയം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഞാൻ ഇന്നത്തെ കാലം ബിൽക്കീസ് ബാനു വന്ന ഒരു പരമസാധുവിനെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത, കുഞ്ഞിനെ തറയിലടിച്ചു കൊന്ന പ്രതികളെ അവർ ബ്രാഹ്മണരാണ്, നല്ല സംസ്കാരമുള്ളവരാണ്. നിങ്ങളുടെ MLA, BJPയുടെ MLA പറഞ്ഞതിനെ പറ്റിയാണ് പറഞ്ഞത് സാർ. ആ MLA പറഞ്ഞ തെറ്റാണെന്ന് അങ്ങ് പറയൂ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് ഹിൻഡൻബർഗിലേക്ക് പോകും. മുമ്പ് നടന്ന കാര്യത്തെ ഞാൻ പറയട്ടെ. ഇതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളെ ഒന്നും ന്യായീകരിക്കുന്നില്ല, ഇത് ന്യായീകരിക്കാവുന്നതല്ല, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞല്ലോ. കുറ്റവാളികളാണ് ഇപ്പൊ ഇവിടെ കുറ്റവാളികളായി 15 വർഷം ശിക്ഷ കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, 15 വർഷം ശിക്ഷ അനുഭവിച്ച ആളുകൾ അവർ കോടതിയെ സമീപിക്കുന്നു. കോടതി ഗുജറാത്ത് സർക്കാരിനോട് തന്നെ തീരുമാനം എടുക്കാൻ പറയുന്നു. ഗുജറാത്ത് സർക്കാർ തീരുമാനം എടുക്കുന്നു. അത് കോടതി പറയുന്നു തെറ്റായിപ്പോയിന്ന്. ഇതല്ലേ ഇപ്പൊ നടന്ന കാര്യം? ഇതല്ലേ നടന്നത്? അല്ലാതെ ഗുജറാത്ത് സർക്കാർ ഏകപക്ഷീയമായിട്ട് അവരെ വിടുതൽ നടത്തുകയാണോ ചെയ്തത്? അല്ലല്ലോ. കേന്ദ്ര ഇടപെടലിനെ കുറിച്ച് ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി പറയൂ. ആൾക്കാർ കോടതി പോകുന്നു. കേന്ദ്ര ഇടപെടലിനെ കുറിച്ച് റെമിഷനിൽ 5 ദിവസത്തിനകം ടപേൻ തീരുമാനം എടുത്തു കേന്ദ്ര സർക്കാർ. നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണോ വിട്ടത്? അല്ല, ഗുജറാത്തിൽ നിയമിക്കപ്പെട്ട ഒരു സമിതിയുടെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ വിട്ടത്. ആ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? മുരളീധർ മുൽചന്ദാനി BJP MLA ആണ്. ചന്ദ്രസിംഗ് റൌൾജി BJPയുടെ MLA ആണ്. പറയട്ടെ, ആ സമിതിയിലൊക്കെ BJPക്കാരാണ്. എന്റെ സുഹൃത്തെ, താങ്കളുടെ ഇൻട്രോയെ സാധൂകരിക്കുന്ന തരത്തിൽ തർക്കം ഉണ്ടാക്കല്ലേ. ഞാൻ പറയാനുള്ളത് ജനങ്ങൾ കേൾക്കണ്ടേ? എന്റെ അഭിപ്രായം എന്താണെന്ന് ജനങ്ങൾ കേൾക്കണ്ടേ? ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങൾ കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറില്ല. പിന്നെ എന്നെന്തിനു വിളിക്കണം നിങ്ങൾ? ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ ബ്രിട്ടാസ് കോടതിയെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്നു. ആ സംശയം സെലക്റ്റീവ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഗുജറാത്തിൽ നടന്ന മുഴുവൻ വിചാരണയും എവിടെയാണ് നടന്നത്? സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ മഹാരാഷ്ട്രയിലും മറ്റിടങ്ങളിലും നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ വിധിക്കേണ്ടടുത്ത് വിധിച്ചു, വെറുതെ വിടേണ്ടവരെ വെറുതെ വിട്ടു. ടീസ്റ്റാ സത്യവാദിനെ കുറിച്ച് പറഞ്ഞു. ടീസ്റ്റാ സത്യവാദിനെ കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചത് ആരായിരുന്നു? ടീസ്റ്റാ സത്യവാദിനെ കുറിച്ചുള്ള ആക്ഷേപം ഹാഷ്മി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. കേൾക്കാം, പറഞ്ഞോളൂ. അറിയൂ ബാബു, ഞാൻ ഇടപെടാത്തതുകൊണ്ട് മറുപടി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ ടിവിയുടെ മുമ്പിലുള്ളത്. സോറി, ഞാൻ പറയാം. അല്ല, എന്റെ ടിവിയുടെ മുമ്പിലുള്ളത് പെട്ടെന്ന് ഇരുട്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അഡ്വർടൈസ്മെന്റിലേക്ക് പോയതാണോ. അപ്പോ പെട്ടെന്ന് ഇല്ല, ഞാൻ അങ്ങനെ ആ സംശയം കൊണ്ടാ ചോദിച്ചത്. അപ്പോ ടീസ്റ്റാ സത്യവാദിന്റെ വിഷയം എന്തായിരുന്നു? സുപ്രീം കോടതിയാ പറഞ്ഞത് അവർ കള്ളത്തെളിവുണ്ടാക്കിയെന്ന്. സുപ്രീം കോടതിയാ പറഞ്ഞത് വ്യാജരേഖകൾ ഉണ്ടാക്കി. സുപ്രീം കോടതി പറഞ്ഞ കള്ളസാക്ഷികളെ ഉണ്ടാക്കിയെന്ന്. അതിനനുസരിച്ച് കേസുണ്ടാക്കി. നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരന് കിട്ടാത്ത നീതി
സാധാരണക്കാരന്റെ കേസിൽ രാത്രിക്ക് രാത്രി സുപ്രീം കോടതി കൂടുമോ ഹാഷ്മി? ഒരു സാധാരണക്കാരന്റെ കേസിൽ കൂടുമോ? ആ സാധാരണക്കാരന് ഇതേപോലെ ബെയിൽ കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി രാത്രിക്ക് രാത്രി കൂടി തീസാസത്യവാദിൽ ബെയിൽ കൊടുത്തില്ലേ ആ കേസില്? ഇതേ സുപ്രീം കോടതിയല്ലേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന്റെ കേസില് സർവരുടെയും വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് അവരുടെ ജീവപര്യന്തം തടവാക്കി മാറ്റിയത്? ഇതേ സുപ്രീം കോടതി തന്നെയല്ലേ? അങ്ങനെ ഒട്ടനവധി കേസുണ്ട് സർ. ഇതുപോലുള്ള സുപ്രീം കോടതിക്ക് അങ്ങനെ ഓരോ ബെഞ്ച് വരുമ്പോഴും അവരുടേതായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഓക്കെ, സുപ്രീം കോടതിയുടെ തീരുമാനമാണ്, നമ്മളത് അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്ക് സുപ്രീം കോടതിയുടെ തീരുമാനത്തിലോ അവരുടെ വിധിയിലോ ഒരു സംശയവുമില്ല. ഇവിടെ ഈ കുറ്റവാളികൾക്ക് പ്രതികൾ പോലും അല്ല, എന്താണ് സംശയലേശമെന്നെ ഈ കൂട്ടക്കൊലപാതകത്തിൽ, കൂട്ടബലാത്സംഗത്തിൽ, കുഞ്ഞിനെ കൊന്ന കേസിലടക്കം എന്താണ് ഇവർ കുറ്റവാളികളാണ് എന്ന് തെളിയിച്ച പ്രതികൾക്ക് വേണ്ടി ഗുജറാത്ത് സർക്കാർ നിന്നു എന്ന് സുപ്രീം കോടതി പറയുന്നതിനെ താങ്കൾ യോജിക്കുന്നുണ്ടോ ശ്രീ അറിവ് ബാബു? അല്ല, അത് സുപ്രീം കോടതിയുടെ അഭിപ്രായമാണ്. സുപ്രീം കോടതിയുടെ അഭിപ്രായമാണ്. സുപ്രീം കോടതി അത് പറയുന്നു. അല്ല, സുപ്രീം കോടതി വിധി, സുപ്രീം കോടതിയാണല്ലോ പറഞ്ഞത്. സുപ്രീം കോടതി വിധി ഗുജറാത്ത് സർക്കാരിനോട് സർ, സുപ്രീം കോടതി വിധി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അങ്ങനെ സാങ്കേതികമായെങ്കിലും അത് അംഗീകരിക്കുമെന്ന് പറ അറിവ് ബാബു. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ്. അത് സാങ്കേതികമായി അംഗീകരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. ആ ബാധ്യസ്ഥയിൽ നിന്നെങ്കിലും അത് അംഗീകരിക്കുമെന്ന് പറ അറിവ് ബാബു. കോടതിയുടെ വിധി എന്ന് പറഞ്ഞ് ഒഴിവായി പോവാതെ. കാര്യം സുപ്രീം കോടതി വിധി സുപ്രീം കോടതി അങ്ങനെ ഒട്ടനവധി സുപ്രീം കോടതി വിധി ഉണ്ടല്ലോ. ആ സുപ്രീം കോടതി വിധി ഇവര് ഇപ്പോ എന്താണ് ബ്രിട്ടാസിന്റെ അഭിപ്രായം? 307 വകുപ്പിനെ കുറിച്ചുള്ള സുപ്രീം കോടതി വിധിയുടെ അഭിപ്രായം എന്താണ്? ബ്രിട്ടാസിന്റെ പെഗാസസ് കേസിലെ സുപ്രീം കോടതി വിധിയെ കുറിച്ചുള്ള ബ്രിട്ടാസിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ പറയാം. അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നാരീശക്തിയെ കുറിച്ച് പറഞ്ഞു. എന്തൊരു ആവേശമാണ് നാരീശക്തി പറയുമ്പോൾ. ഇവിടെ വണ്ടിപ്പെരിയാറില് സ്വന്തം സഖാവ് ഒരു 6 വയസ്സുകാരിയായ പട്ടികജാതി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസ് അട്ടിമറിച്ചത് ഈ സർക്കാരിന്റെ കീഴിലാണ് സർ. ഈ സർക്കാരിന്റെ കീഴിലാണ്. നിങ്ങൾ പറയുന്നോ സർ? കുൽദീപ് സിംഗ് സെങ്കാർ നിങ്ങളുടെ MLA ആണ്. ആ ഒരു കുടുംബത്തെ ഒന്നാകെ മുച്ചൂടും കൊന്നു, അവിടെ കൊന്നു കൂട്ടി. അവിടെ വണ്ടിപ്പെരിയാറോ? അല്ല ഉണ്ടെന്നേ. അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവര് ശിക്ഷിക്കപ്പെടുകയും ചെയ്തല്ലോ. അവർക്ക് അഴിക്കുള്ളിലായല്ലോ. അവരെ ഇവിടെ ശിക്ഷിക്കപ്പെടുകയല്ല ചെയ്തേ, അവരെ വെറുതെ വിട്ടു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ ബ്രിട്ടാസെ, കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ TP ചന്ദ്രശേഖരൻ കേസില്. ഈ കുഞ്ഞനന്ദൻ എത്ര ദിവസം ജയിലിൽ കിടന്നു സാർ? ഒന്ന് പറയാമോ? എത്ര ദിവസം ജയിലിൽ കിടന്നു? കുഞ്ഞനന്ദനെ നിങ്ങൾ എത്ര ദിവസം ജയിലിൽ കിടത്താൻ അനുവദിച്ചു? എത്ര തവണ നിങ്ങൾ സൗജന്യമായി പരോളിൽ ഇറക്കി? എത്ര തവണ? എന്തേ കുഞ്ഞനന്ദന് കൊടുത്ത ആ സൗജന്യം ന്യായമായിരുന്നോ? കുഞ്ഞനന്ദന് സൗജന്യം കൊടുത്തതുകൊണ്ട് കുഞ്ഞനന്ദന് സൗകര്യം കൊടുത്തതുകൊണ്ട് ഈ പറയുന്ന ബലാത്സംഗ കേസിലെ പ്രതികളെ പുറത്തേക്ക് വിടാം എന്നാണ് അറിവ് പറയുന്നത്. അതിനെ യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരി, ഹാഷ്മി പറഞ്ഞോളൂ. പക്ഷേ ഹാഷ്മിക്ക് പറയാം ബ്രിട്ടാസിന് പറയാൻ അവകാശമില്ല. ധാർമ്മികമായി പറയാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടാസിനോട് ഞാൻ മറുപടി പറയുന്നത്. ശരി, ബ്രിട്ടാസ് പറയാനുള്ള അവകാശമില്ല. നാരീശക്തിയുടെ എൻ്റെ സ്നേഹിതൻ RV ബാബു മലബാർ കലാപം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ച് ഇന്ന് വന്നിരിക്കുന്ന വിധിപ്രസ്താവത്തിൻ്റെ പ്രധാന തലങ്ങളിലേക്ക് പോകാൻ തയ്യാറാകാത്തതിൽ എനിക്ക് എന്താ പറയുക, അദ്ദേഹത്തിനോട് സഹതാപമാണോ അദ്ദേഹത്തിനോട് എന്താണെന്ന് ഒരു പ്രത്യേക വികാരമുണ്ട്. RV ബാബു യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ചർച്ചയിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു പിന്നോട്ട് ഉൾവലിഞ്ഞുകൊണ്ട് ഈ രക്ഷയുടെ തുരുത്തുകൾക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്ന മലബാർ കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തലപൂഴ്ത്തേണ്ട കാര്യമില്ല. RV ബാബു, സുപ്രീം കോടതി വിധികൾ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് ഓരോ പൗരനും നിക്ഷിപ്തമായിരിക്കുന്ന അവകാശമാണ്. അയോധ്യ സംബന്ധിച്ചുള്ള കേസ് ആദ്യം സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്ത സമയത്ത് 142 പ്രകാരം റെഫർ ചെയ്ത സമയത്ത് നിങ്ങളെന്താ പറഞ്ഞേ? ഇതുപോലുള്ള വിശ്വാസപ്രധാനമായ കേസുകളൊന്നും സുപ്രീം കോടതി കൈകാര്യം ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? പിന്നീട് നിങ്ങളെന്തായി? സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഗോൾ പോസ്റ്റുകൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് വേണ്ടിയിട്ടോ ഞാൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ വേണ്ടിയിട്ടല്ല ഞാനിവിടെ സുപ്രീം കോടതി വിധി സംബന്ധിച്ചുള്ള എൻ്റെ നിലപാടുകൾ ഞാനിവിടെ പറയുന്നത്. അത് സംബന്ധിച്ചൊരു പൗരനിൽ എനിക്ക് യാതൊരു സ്ഥാപിത താല്പര്യവുമില്ല.
ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് തെഹൽക്കയുടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അത് BJPയെ സഹായിക്കുന്ന ആസ്തക് ചാനലിൽ അത് സംപ്രേഷണം ചെയ്തിരുന്നു. ഗുൽബർഗ് കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള ഒരു BJP MLA ഹരീഷ് ഭട്ടിൻ്റെ തുറന്നു പറച്ചിലാണ്, ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഇസാൻ ജെഫ്രി ഉൾപ്പെടെയുള്ള 69 പേരെ കൊന്നൊടുക്കിയതെന്നാണ് BJPയുടെ MLA തെഹൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജനമധ്യത്തിലുള്ളതാണ് RV ബാബു. അതല്ലാതെ ഒരു ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു കൊലപാതകത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു സംവാദമല്ല. 2000 പേരെ ആസൂത്രണം ചെയ്ത് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് എറിഞ്ഞ് കത്തിച്ച് ചാമ്പലാക്കിയതാണ്. ഇപ്പോൾ ബിൽക്കീസ് ബാനു സംബന്ധിച്ച് നിങ്ങളെന്താണ് ധൈര്യസമേതം തുറന്നു പറയാത്തത്? നിങ്ങൾ ആ ഒരു ബിൽക്കീസ് ബാനു സംഭവത്തിൻ്റെ ഒരേട് പരിശോധിച്ച് നോക്ക്. സ്വന്തം അയൽവക്കക്കാര് ഭ്രാന്തന്മാരായി പൈശാചികത പൂണ്ട് അവർ ബിൽക്കീസ് ബാനുവിനെയും അമ്മയെയും സഹോദരന്റെ ഭാര്യയെയും ആ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്നു. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ RV ബാബു. ഈ ഒരു സംഭവമല്ലേ ഇന്ന് സുപ്രീം കോടതിയിലെ വിധിയിലേക്ക് നയിച്ചത്? അതൊക്കെ നിങ്ങളിങ്ങനെ ലാഘവത്തിൽ പറഞ്ഞിട്ട് ഏതോ ഒന്നോ രണ്ടോ കേസുകൾ എടുത്തിട്ട് 370 ഹിൻഡൻബർഗും RV ബാബു ഈ പറഞ്ഞ ഷെൽ കമ്പനികളിലൂടെ കോടാനുകോടി രൂപ 12,000 കോടി രൂപ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞത് ആരാണ്? നിങ്ങളുടെ തന്നെ പനോരമ പേപ്പേഴ്സും പണ്ടാര പേപ്പേഴ്സും അല്ലേ? കൽക്കരി ഗുജറാത്തിലെത്തിയപ്പോൾ അതിന്റെ വില 10 മടങ്ങായത് പുറത്തു കൊണ്ടുവന്നത് ആരാണ്? ഞങ്ങളാണോ? നിങ്ങളുടെ തന്നെ CAG റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും സുപ്രീം കോടതി വിധിയിൽ നിന്ന് നിങ്ങളുടെ ചെങ്ങാത്ത മുതലാളിക്ക് അനുകൂലമായ ഒരു തീരുമാനം വന്നത് ഇന്നത്തെ ദിവസം അതിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ശരി, ബ്രിട്ടാസ്, ഈ വിഷയത്തിൽ സംസാരിക്കാൻ BJP പ്രതിനിധിയില്ല, അതുകൊണ്ടാണ് RV ബാബുവിനെ വിളിക്കുന്നത്. BJP സംസാരിക്കേണ്ടതില്ല തീരുമാനിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൊടുത്ത സ്വീകരണം പോരാഞ്ഞ് ദീൻദയാൽ ഉപാധ്യായ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ സ്വീകരണം കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ചിത്രങ്ങൾ കാണുന്ന മാലയിട്ട ചിത്രങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. MLA ബ്രാഹ്മൺ സംസ്കാരം എന്നൊക്കെ പറയുന്നു. AST കോടതിയിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഗാർലൻഡ് ചെയ്തുകൂടാന്ന് ചോദിക്കുന്നു. ഇപ്പോൾ RV ബാബു അടക്കം അതിനെ നിഷേധിക്കുന്നുണ്ട്. ചില ചാനൽ ചർച്ചകളിൽ ചില BJP നേതാക്കൾ വന്നത് നിഷേധിക്കുന്നതിനപ്പുറം കണ്ടത് ആ ദൃശ്യങ്ങൾ ഹിന്ദു സംസ്കാരത്തിനോ രാജ്യത്തിന്റെ സംസ്കാരത്തിനോ നിരക്കുന്നതല്ല എന്നൊരു ഉറച്ച ശബ്ദം രാജ്യത്ത് അന്ന് കേട്ടോ ഇന്നും കേൾക്കുന്നോ രാഹുൽ? അല്ല, സംശയമില്ല, അത് നമ്മുടെ ബ്രാഹ്മണ സംസ്കാരത്തിനോ ഹിന്ദു സംസ്കാരത്തിനോ അപമാനമാണ്. ഇവിടെ ഒറ്റ പോയിന്റേ ഉള്ളൂ, അതായത് പോളിസിയുടെ കാര്യത്തിൽ കോടതിയുടെ വിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷെ ശബരിമല വന്നപ്പം ഞാനടക്കം ആരും അംഗീകരിച്ചില്ലല്ലോ. പക്ഷേ കൊലപാതകം, റേപ്പ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ബലാത്സംഗം പോലുള്ള കാര്യത്തിൽ നമുക്കൊരു കൺസെൻസസ് ഉണ്ടാകണം. അത് ഗിരിജ ടിക്കു എന്ന കാശ്മീരി പണ്ഡിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ബിൽക്കിസ് ബാനു എന്ന മുസ്ലിമിന്റെ കാര്യത്തിലാണെങ്കിലും ഇവരെ തൂക്കിക്കൊല്ലാൻ കഴിയണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം എന്ന് പറയാനുള്ള ഒരു പൊതു മനസ്സ് നമുക്ക് വേണം. അത് ഇനിയും ഇന്നലകളുടെ മലബാർ കലാപമാണെങ്കിലും കാശ്മീരി പണ്ഡിറ്റ് ആണെങ്കിലും ഇനിയും നമ്മുടെ മണിപ്പൂരാണെങ്കിലും കാന്ധമാല ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആ രീതി സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും കുട്ടികളെ കൊല്ലുന്നവരെ തൂക്കിക്കൊല്ലണം. അതായത് ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ ഇത്തരക്കാരെ തൂക്കിക്കൊല്ലണം എന്ന് പറയാൻ കഴിയുന്ന ഒരു ബൈ പാർട്ടിസൺ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു മനസ്സുണ്ടാകണം. നാളെ അത് ഏത് സമുദായത്തിലെ ആളോട് ചെയ്താലും പോളിസി കാര്യങ്ങളിൽ തർക്കിക്കാം. ജസ്റ്റിസ് ദീപക് മിശ്ര വലതുപക്ഷവാദിയാണെന്നും ചന്ദ്രചൂഡ് ലിബറൽ വാദിയാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് തർക്കിക്കാം. പക്ഷേ അതെല്ലാം പോളിസി. ഇത്തരം ക്രൂരകൃത്യങ്ങൾ, ഇത്തരം ഹീനമായ ക്രൂരകൃത്യങ്ങളുടെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു നിലപാട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ മുമ്പോട്ട് വെക്കണം. അതൊരു ടെംപ്ലേറ്റ് ആകണം. അത് മുമ്പോട്ടുള്ള ഒരു മാർഗദീപമാകണം. അതിന്റെ പേരിൽ ഈ ബിൽ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ അടക്കമുള്ളവരെ തൂക്കിക്കൊല്ലണമെന്നും അങ്ങനെ കുട്ടികളോടും സ്ത്രീകളോടും ക്രൂരത ചെയ്തവരെ വെച്ചു പൊറപ്പിക്കരുതെന്നും പറയാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്താൻ ഇടത് വലത് ഭേദമന്യേ അല്ലെങ്കിൽ BJP, കോൺഗ്രസ്, CPM അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ഭേദമന്യേ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങളിലെങ്കിലും അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ ബൈ പാർട്ടിസൺ സപ്പോർട്ട് അല്ലെങ്കിൽ രണ്ട് കക്ഷികളും എല്ലാ കക്ഷികളും ചേർന്ന സപ്പോർട്ട് ഉണ്ടാകണം. ഇത്തരം വിഷയങ്ങളെങ്കിലും നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗോൾ അടിക്കാൻ ഈ വിഷയത്തിൽ പോരാടിയ എല്ലാവരും ഇന്ത്യയുടെ അഭിമാനങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ വന്നാൽ ഏത് സമുദായമാണെങ്കിലും ഏത് നാടാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. മലബാർ കലാപത്തെ കുറിച്ച് ഗാന്ധിജി അടക്കം പറഞ്ഞത് എന്റെ ഹൃദയരക്തം പുറത്തേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ ഏത് വിഷയമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെന്ന രാജ്യം പരാജയമാണ്. ശരി ഫാത്തിമ, ഇവിടെ നമ്മൾ ഈ എന്താണ് ചന്ദ്രസിംഗ് റൗൾജിയാണ് പറയുന്നത്, എന്താണ് ഇയാൾ ബ്രാഹ്മണരാണ്, ബ്രാഹ്മണരാണ്, സംസ്കാരികളാണ്, അതുകൊണ്ട്
അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞത്. ഈ ജയിൽ മോചനത്തിന് ശേഷം MLA ഈ മര്യാദഘട്ട വാക്കുകൾ പറഞ്ഞതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ MLA ഗോദ്രയിൽ നിന്ന് ജയിക്കുന്നത് 10 മടങ്ങ് ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ ഇനിയും അത്തരം മര്യാദഘട്ട വാക്കുകൾ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുമോ? ഇനിയും ചന്ദർ സിംഗ് റൗൾ ജിമാർ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ ഫാത്തിമ? ഇല്ല, നമ്മൾ ഗുജറാത്ത് പശ്ചാത്തലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് BJPയുടെയും RSSന്റെയും ഒക്കെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പം ഒരു ന്യൂസ് കണ്ടു, ഏതോ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പള്ളി പൊളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്പലം വരികയാണെങ്കിൽ ഇത്ര ആളുകൾ കൊല്ലപ്പെടും എന്നുള്ള ഒരു BJP നേതാവിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. നിരന്തരമായിട്ട് കൊല്ലപ്പെടുക, നിങ്ങളെ ക്രൂശിക്കുക, നിങ്ങളെ ബലാത്സംഗം ചെയ്യുക, നിങ്ങളെ കുട്ടികളെ അടിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് RSS പുലർത്തുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി BJP ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ് എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ RV ബാബു സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീഡിയയിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പം റെമിഷൻ ശരിയായ അല്ലെങ്കിൽ അത് ആവശ്യമായിരുന്നു എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിൽക്കീസ് ബാനുവിന്റെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതിന്റെ 10 മടങ്ങ് വേദന സഹിച്ചിട്ടാണ് ആ സ്ത്രീ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത്. ഇന്നും അവർ അനുഭവിക്കുകയാണ്. നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, BJP വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഗുജറാത്ത് സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ 2002 അങ്ങനെ ഒരു വിഷയം നടക്കുമ്പം അവിടെ ഇന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആയിരുന്നു ആ നാട് CM ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹം വേണ്ട റെമിഷന്റെ നടപടി നടക്കുന്ന സമയം അന്ന് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ന് ഈ വിധി വന്ന സമയം അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നാരി ശക്തി എന്ന് അവിടെ പറയുമ്പോൾ ഇവിടെ ആളുകളെ പുറത്തേക്ക് വിട്ടയക്കുന്ന സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ഇനി പോട്ടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നു, മോഡീസ് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് വരുന്നു. എന്താണ് ഇതിലൂടെ ഒക്കെ പറയുന്നത്? നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിച്ചോളൂ എന്നുള്ള ഒരു വാണിംഗ് ആണ് യഥാർത്ഥത്തിൽ BJP കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കും യാതൊരു രൂപത്തിലുള്ള സംരക്ഷണവും ഇല്ല. ഇവിടെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ആവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ മണിപ്പൂരിൽ ആളുകൾ അവിടെ കത്തി അമരുകയാണ്, അവിടെ സ്ത്രീകൾ കുട്ടികൾ കത്തി അമരുകയാണ്. ബിൽക്കീസ് ബാനുവിന്റെ ഈ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഗുജറാത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ നടത്തിയ പോരാട്ടത്തിന് അഭിനന്ദിക്കാനെങ്കിലും RV ബാബുവിന്റെ സംഘടനയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഇനി അതിജീവിച്ചു പോവുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. എനിക്ക് പറയാനുള്ളത് സ്ത്രീ എന്നുള്ള രൂപത്തിൽ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ ഹാഷ്മി, ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഗാങ് റേപ്പ് കേസുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേപ്പ് കേസുകളിൽ ഏതെങ്കിലും ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ക്രിമിനലിനെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന മുന്നോട്ട് വരികയാണെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും അങ്ങനെ വരുന്നവർക്കെതിരെ നടപടി കൊണ്ടുവരാനുള്ള പോളിസി മേക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കണമെന്നും ശ്രീ ജോൺ ബ്രിട്ടാസ് MP ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ അത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അത് എത്ര പെട്ടെന്ന് ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ അതിനെങ്കിലും ശ്രമിക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും ബിൽക്കീസ് ബാനുവിൻ്റെ ഒരു നിതാന്തമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് പിന്തുണ നൽകിയ സുഭാഷ് നേലി, ഈ പറഞ്ഞ മഹുവ മൊയ്ത്ര, സാമൂഹ്യ പ്രവർത്തകർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ട്. ആ പോരാട്ടത്തിൻ്റെ വിജയം തൽക്കാലം ഫലം കാണുന്നു. പക്ഷേ ഈ പറയുന്ന കുഴിച്ചുമൂടപ്പെട്ട 100 കേസുകളിൽ ഒരു തിരുത്തൽ അതിന് തുടക്കമാകുമോ ഇത് എന്ന ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യം പ്രസക്തമായി നിൽക്കുന്നുമുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.